ഒരു IoT പ്രോട്ടോടൈപ്പിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നത് സിമ്പിൾ ആണോ? ഹായ്, ഐ ആം മഹാദേവ് ആൻഡ് ദിസ് ഇസ് പാർട്ട് 3 ഓഫ് ബിൽഡിംഗ് ആൻ IoT സ്റ്റാർട്ടപ്പ് അറ്റ് ഏജ് 19. നമ്മുടെ പ്രോട്ടോടൈപ്പ് ഒരു സിംഗിൾ ഡിവൈസ് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പീസ് ഓഫ് കോഡ് മാത്രമായിരുന്നു. പക്ഷേ നമ്മുടെ IoT ഹബ്ബോ IoT ഇൻഡസ്ട്രിയിലെ ലക്ഷക്കണക്കിന് സ്മാർട്ട് പ്രോഡക്ട്സിനെ കണക്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സൊല്യൂഷനിലോട്ട് എത്താനുള്ള ഫസ്റ്റ് ചാലഞ്ച് കണക്ടിവിറ്റിയാണ്. സ്മാർട്ട് ഡിവൈസസ് വർക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് പ്രോട്ടോകോൾസിലാണ്. സിഗ്ബി, മാറ്റർ, IR എക്സെട്ര. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്മാർട്ട് പ്ലഗ് വർക്ക് ചെയ്യുന്നത് മാറ്റർ പ്രോട്ടോകോളിലാണ്. പക്ഷേ ഈ ഒരു AC വർക്ക് ചെയ്യുന്നതോ ഇൻഫ്രാറെഡ് പ്രോട്ടോകോളിലാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ പ്രോട്ടോകോളുകളും സ്റ്റഡി ചെയ്ത് അതിന്റെ ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാലഞ്ച് വരുന്നത് കൺട്രോൾ ആണ്. ഈവൻ ഇൻ സെയിം പ്രോട്ടോകോൾ ഓരോ ഡിവൈസുകളും വർക്ക് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. ഡിവൈസിന്റെ ഡേറ്റ പാറ്റേൺസ്, ഡിവൈസിന്റെ കൺട്രോൾ കമാൻഡ്സ് ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. കൃത്യമായിട്ട് ഡിവൈസിനെ ഡിറ്റക്ട് ചെയ്യാനും അതിന്റെ കൺട്രോൾ സിസ്റ്റം ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു AI പവർഡ് ഡിവൈസ് കൺട്രോൾ സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഫൈനലി നമ്മുടെ ചലഞ്ച് വരുന്നത് ഓട്ടോമേഷൻ ആണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് പാറ്റേൺസ്, ഡിവൈസ് കമാൻഡ്സ്, യൂസർ പാറ്റേൺസ്, യൂസർ പ്രിഫറൻസ് ഇതുപോലത്തെ പല അധികം ഡേറ്റാസ് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്പേസിന്റെ ബ്രെയിൻ പോലെ ആക്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ ഡിവൈസസിലെ ആക്ഷൻസ് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു AI പവേർഡ് ഓട്ടോമേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ 3 ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോട്ടോടൈപ്പിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് മൂവ് ചെയ്യാൻ കഴിയുക. ഇനി നമുക്ക് ഇതിന്റെ ഓരോ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ആർക്കിടെക്ചർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് അടുത്ത പാർട്ടുകളിൽ നോക്കാം.